ഒരു പക്ക എന്റർടൈൻമെന്റ് സ്റ്റഫ് തന്നെയായിരുന്നു റൈഫിൾ ക്ലബ്ബ്. ആൻഡ് ഈ പടത്തിന്റെ ട്രെയിലറൊക്കെ തന്നിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അത് മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു പടത്തിന്റെ ത്രൂ ഔട്ട് ട്രീറ്റ്മെന്റ്. ആൻഡ് ആ ഒരു വയനാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു റൈഫിൾ ക്ലബ്ബിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അത് നമ്മളെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ അത്രത്തോളം ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഈ പടത്തിന്റെ ത്രൂ ഔട്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യം സ്കോർ ചെയ്യാനുള്ള സംഭവങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ വിജയരാഘവൻ, സുരേഷ് കൃഷ്ണ, ദിലീഷ് പോത്തനാണ് ഈ സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു മൊമെന്റം കീപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചില കോമഡി ടൈമിങ്സും അല്ലെങ്കിൽ ഹണ്ടിങ്ങിന് പോയിട്ടുള്ള ചില എക്സ്പീരിയൻസ് പറയുന്ന ചില സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ രസമായിട്ട് തന്നെ നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് അത് അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഡെലിവറി ആയിരുന്നു ആ ഒരു ഭാഗങ്ങളിലൊക്കെ. എൻ്റെ റെക്സ് വിജയന്റെ മ്യൂസിക് ഈ സിനിമേനെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജോണർ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു BGM പ്ലേസ്മെന്റ് ആയിരുന്നു പലയിടങ്ങളിലും. ആൻഡ് ആ പടത്തിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു പോക്കില് ആ ഒരു ക്ലബിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെയുള്ള ഓരോരോ ക്യാരക്ടേഴ്സിനെ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന സമയത്തൊക്കെ ആ ഒരു ക്ലബിന്റെ ഹിസ്റ്ററിയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജോഗ്രഫിയും ഒക്കെ മനസ്സിലാക്കി തരുന്ന രീതിയിലായിരുന്നു സിനിമയുടെ ആ ഒരു പോക്ക്. ആൻഡ് ഈവൻ മറ്റുള്ള ആന്റഗോണിസ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അനുരാഗ് കശ്യപിന്റെ ആ റോൾ, അദ്ദേഹത്തിന്റെ മുമ്പത്തെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ. അതുപോലുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഇതിൽ അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഹനുമാൻ കൈൻഡിന്റെ ഒരു ക്യാരക്ടറിന് അത്യാവശ്യം നല്ല ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്വാഗ് ഒക്കെ കൊണ്ടുവന്ന കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ആ ഒരു ക്യാരക്ടറിന് ഒരു സ്പേസ് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി സീക്വൻസുകൾ അങ്ങനത്തെ കൊടുക്കായിരുന്നു എന്ന് തോന്നി. കുറച്ച് ആ ഒരു ക്യാരക്ടറിന് അത്രത്തോളം എന്താ പറയാ ഒരു സ്ക്രീൻ സ്പേസ് കുറഞ്ഞ പോലെ തോന്നിയിരുന്നു. ആൻഡ് അതാണ് എനിക്ക് ഈ പടത്തിൽ തോന്നിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. ആൻഡ് അതർവൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഷൂട്ട് ഔട്ട് ബേസ്ഡ് മൂവി ഒക്കെ കാണാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു തീമുകൾ പടങ്ങൾ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ആ ഒരു പടം മുന്നോട്ട് വയ്ക്കുന്ന ഒരു റൈഫിൾ ക്ലബിനെ ബേസ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ചില സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും, അത് ഈ ഒരു ടൈം കൊണ്ട് നമ്മളെ നല്ല രീതിയിൽ തന്നെ ഹുക്ക് ചെയ്തുകൊണ്ട് പടത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈവൻ ഈ സിനിമയിലുള്ള ചില കൗണ്ടറുകൾ ഉണ്ട്. ദിലീഷ് പോത്തന്റെ ഒരു ക്യാരക്ടറിന്റെ കുറെ കോമഡികൾ ഈ പടത്തിൽ നല്ല പോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. വന്നവർക്കും പോയവർക്കും ആ ക്ലബിലത്തെ എന്തെങ്കിലുമൊക്കെ ആ ഒരു സിനിമയിൽ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലാണ് ക്യാരക്ടേഴ്സിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ പടത്തിന്റെ ഒരു ഇന്റർവെല്ലൊക്കെ എത്തിയപ്പോൾ ഓഡിയൻസിൽ നിന്ന് വന്ന റെസ്പോൺസ് ശരിക്കും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പടത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് പറ്റി. ആൻഡ് സിനിമാറ്റോഗ്രഫി ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ആഷിഖ് അബു തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു കളറിങ് ആയാലും അല്ലെങ്കിൽ മൊത്തം ആ പടത്തിന്റെ ആ ഒരു എഡിറ്റിംഗ് ആയാലും ശരി, എല്ലാ സെക്ഷനും അത് അത്രത്തോളം നല്ല നീറ്റ് ആയിട്ട് തന്നെ ആ ഒരു വർക്കുകളൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് പലയിടത്തും ഒരു അമൽ നീരദ് ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആഷിഖ് അബു മൂവി ആണെങ്കിൽ പോലും ഒരു അമൽ നീരദ് സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് തോന്നിയിരുന്നു. എന്തായാലും നല്ല ഒരു പ്യുവർ തിയേറ്റർ വാച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ് റൈഫിൾ ക്ലബ്. അത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ സൗണ്ട് മിക്സിങ് എത്രത്തോളം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം പല സീനുകളിലും വന്നിട്ടുള്ള ഒരു ബാസ് എഫക്റ്റ് ഒക്കെ നല്ലപോലെ തന്നെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അറിയാനുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു തിയേറ്ററിൽ പോയിട്ട് എന്തായാലും കാണാൻ ശ്രമിക്കുക ഈ പടം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ സീസണിൽ എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാവുന്ന ഒരു ആക്ഷൻ എന്റർടൈനർ മൂവി തന്നെയാണ് റൈഫിൾ ക്ലബ്. ആ ഒരു സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നതായാലും അത് ശരി, അത്യാവശ്യം ഒരു ആക്ഷൻ ആൻഡ് ആ ഒരു കോമഡി ഒക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു പടം തന്നെയാണ്. എന്തായാലും നല്ല പടങ്ങൾ ഇനിയും വരട്ടെ. 2024 പിന്നെ അവസാനിക്കാൻ ഏതാണ്ട് ഒരാഴ്ചയേ ഉള്ളൂ. ഇതിനിടയ്ക്ക് തന്നെ വന്ന പല പടങ്ങൾ, ഈവൻ ലാസ്റ്റ് ഇറങ്ങിയ മാർക്കോ തന്നെ തിയേറ്ററിൽ എത്രത്തോളം ഒരു നല്ല ആക്സെപ്റ്റൻസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇപ്പോഴും പടങ്ങൾ ഹൗസ്ഫുൾ ഷോസ് ഇല്ലാത്ത തിയേറ്ററുകൾ കുറവാണ്. ഇനിയും നല്ല സിനിമകൾ റിലീസ് ആവട്ടെ, നല്ല സിനിമകൾ ഇറങ്ങട്ടെ, നല്ല സിനിമകൾ വിജയിപ്പിക്കുക. സോ പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.